ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഗ്രീൻസ് തിയറം എന്ന പ്ലെയിനെ കുറിച്ചാണ്. നമുക്ക് എന്താ ഗ്രീൻസ് തിയറം പ്ലെയിൻ എന്ന് പറയുമ്പോൾ ആ ഒരു ലൈൻ ഇൻ്റഗ്രലിനെ കുറിച്ച് കണ്ടിന്യൂസ് ആയി വരുന്നതാണ്. ഇൻ ദിസ് സെക്ഷൻ വി കൺസിഡർ ടു ഹൗ ടു ഇവാലുവേറ്റ് ദ ഇൻറ്റഗ്രൽ ഇഫ് ഇറ്റ് ഈസ് നോട്ട് അസോസിയേറ്റഡ് വിത്ത് എ കൺസർവേറ്റീവ് ഫീൽഡ്. ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന നോട്ട് അസോസിയേറ്റഡ് കൺസർവേറ്റീവ് ഫീൽഡും ബട്ട് ഫ്ലോ ഓർ ഫ്ലക്സ് integral across a closed curve in xy plane. Flow അല്ലെങ്കിൽ ഫ്ലോ അക്രോസ് ദ ക്ലോസ്ഡ് കർവ് xy പ്ലെയിനിലെ ഫ്ലോ അല്ലെങ്കിൽ ഫ്ലക്സ് അക്രോസ് ചെയ്യുന്നതാണ് xy പ്ലെയിൻ അക്രോസ് ചെയ്യുന്നത്. അതാണ് ഗ്രീൻസ് തിയറം എന്ന് പറഞ്ഞു. അതിന് വേണ്ടി നമുക്ക് രണ്ട് കാര്യങ്ങൾ മെയിൻ പഠിക്കാനുണ്ട്. അതിൽ ഫസ്റ്റ് കാര്യമാണ് ഡൈവേർജൻറ്റ് വെക്ടർ ഫീൽഡ്. ഡൈവേർജൻറ്റ് ഡെൻസിറ്റി പറയാൻ div f ഈക്വൽ ടു എന്തിനും ഗ്രാഡിയൻറ്റ് f ഈക്വൽ ടു ഡോ എം ഡിവൈഡ് ബൈ ഡോ എക്സ് പ്ലസ് ഡോ എൻ ഡിവൈഡ് ബൈ ഡോ വൈ. അതായത് നമുക്കിതിൽ എഫ് തന്നെ എം ഐ പ്ലസ് എൻ ജെ എടുക്കുകയാണെന്ന് പറഞ്ഞാൽ അതിലിപ്പോൾ എന്ത് ചെയ്യും, അവർ നോർമൽ പ്രഷർ കൊടുക്കുമ്പോൾ എന്തെങ്കിലും അതിൻ്റെ വാല്യൂസ് പോയിന്റ്സിൽ ആ ഒരു നിൽക്കില്ല, മിനിമം നമ്മൾ പോയിന്റ് സെക്യൂർ ചെയ്തിട്ട് ആ പോയിന്റ്സ് ഉള്ളിൽ തന്നെ നിൽക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും പോസിറ്റീവ് ആയിരിക്കും. പോയിന്റിന് പുറത്ത് പോയി നമുക്ക് പോസിറ്റീവ് അറിയാം. അപ്പോൾ പോയിന്റ് നമ്മൾ ഈ ചെയ്തിരിക്കുന്ന ഏരിയയിൽ നിന്നും താഴോട്ട് വരികയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും അതിനെ നെഗറ്റീവ് എന്ന് പറയണം എന്ന് പറഞ്ഞു. നമ്മൾ ഉദ്ദേശിക്കുന്ന പർട്ടിക്കുലർ പോയിന്റ് പർട്ടിക്കുലർ ഏരിയ ഉദ്ദേശിച്ച ആ ഏരിയയിൽ നിന്നും താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അത് നെഗറ്റീവായിട്ടാണ് കൺസിഡർ ചെയ്യുന്ന രീതിയിലാണ് പറഞ്ഞു പോകുന്നത്. ആൻഡ് നെക്സ്റ്റ് വരുന്നത് അതിൻ്റെ കേണൽ വരുമ്പോഴത്തേക്കും ഇതേ സെയിം തിങ്സ് തന്നെയാണ്. അതായത് അതിൻ്റെ ഗ്രാഡിൻ്റെ എഫും കൂടി ഇൻക്ലൂഡ് ആകുന്നു മാത്രം. മെഷർ ഓഫ് ദ പാഡൽ വീൽ, ആ ഒരു പാഡൽ വീൽ സ്പിൻ പോയിന്റ് ഓഫ് ദ ഫ്ലക്സ് ഫ്ലോ ഇൻ ടു ദ പ്ലെയിൻ റീജിയൻ. എന്താണ് ഒരു പാഡൽ വീൽ സ്പിൻ എന്ത് ചെയ്യും പോയിന്റ് ഓഫ് ഫ്ലക്സ് ഇൻ ദ പ്ലെയിൻ റീജിയൻ. ഐഡിയ ഗീവ് സം ഓഫ് സെൻസ് ടു ഹൗ ടു ഫ്ലക്സ് ഫീൽഡ് സർക്കുലേറ്റിംഗ് ദ അറൗണ്ട് ആക്സിസ് ലൊക്കേറ്റ് ദ ഡിഫറെൻറ്റ് പോയിന്റ്സ് ടു റീജിയൻ. അതായത് നമുക്ക് എന്ത് ചെയ്യും ആ ഒരു ഇതിലിപ്പോൾ നമ്മൾ ഒരു ടയർ കറങ്ങുക വെച്ചോ, പർട്ടിക്കുലർ സെൻറ്ററിനെ ബേസ് ചെയ്തുകൊണ്ടാണ് കറങ്ങുകയാണ് എന്ത് ചെയ്യും ഓക്കെയാണ്. അപ്പോൾ എന്ത് ചെയ്യും ബേസ് ചെയ്ത് കറങ്ങുമ്പോൾ എന്തായിരിക്കും അതിന് സെൻറ്ററിന് എപ്പോഴും പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും അത് കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ലൈക്കിൽ എന്ത് ചെയ്യും നമുക്കൊരു ഇത് കറങ്ങുന്ന ഒരു ഫ്രീ വീൽ കറങ്ങുന്ന രീതിയിൽ അല്ലെങ്കിൽ ടയർ കറങ്ങുന്ന രീതിയിൽ തന്നെ നോക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും വളരെ നല്ലൊരു എക്സാമ്പിൾസ് തന്നെ എടുക്കാൻ പറ്റും. പാഡൽ വീൽ എന്ത് ചെയ്യും സ്പിൻ പോയിന്റ് ഓഫ് ദ ഒരു പോയിന്റിനെ ബേസ് ചെയ്യാനുള്ള സ്പിൻ ചെയ്യും. അപ്പോൾ ആ പോയിന്റ് എന്ത് ചെയ്യും എപ്പോഴും പെർപെൻഡിക്കുലർ ആയിട്ട് കറക്റ്റ് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക എന്നാണ് അതിന് ഇക്വേഷൻ നമുക്ക് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. എന്ത് ചെയ്യും കേൾ ഓഫ് ദ വെക്ടർ ഫീൽഡ് എം ഒ ഈക്വൽ ടു എം ഐ പ്ലസ് എൻ ജെ ആണ് ഈ പോയിന്റ് ഓഫ് എക്സ് കോം വൈ. സോ വെക്ടർ ഡിനോട്ടഡ് ബൈ കേൾ എഫ് ഈസ് ഡിഫൈൻഡ് ബൈ എന്തൊരു കേൾ എഫ് ഗ്രാഡിയൻറ്റ് ഇൻറ്റു എഫ് എന്തിനും ഗ്രാഡിയൻറ്റ് ഇത് കൊടുത്തു ഇൻറ്റു എമ്മിൻ്റെ എഫിൻ്റെ ഇത് കൊടുത്തു. അപ്പോൾ അതിനൊരു ഡിറ്റർമിനൻ്റ് ഓഫ് ഐ ജെ കെ എന്ത് ചെയ്യും ഡോ ഡിവൈഡ് ബൈ ഡോ എക്സ് ഡോ ഡിവൈഡ് ബൈ ഡോ വൈ ഡോ ഡിവൈഡ് ബൈ ഡോ സെറ്റ് എം എൻ പി ഇല്ലാത്തതുകൊണ്ട് അവിടെ സീറോ മെൻഷൻ ചെയ്തു. പിന്നെ ഡോ എൻ ബൈ ഡോ എക്സ് മൈനസ് ഡോ എൻ ബൈ ഡോ വൈ ഇൻറ്റു കെ എന്ന് വരും. എന്ത് ബാക്കി സീറോ ആകുമ്പോൾ എന്തിനും നമുക്ക് കെ എന്നിട്ട് ഇതാണ് എന്ത് ചെയ്യും കേൾ എഫ് എന്നുണ്ട് സി ആർ കേൾ ഓഫ് പറയുന്നതിൻ്റെ പോയിന്റ്സ് ഉണ്ട്. ഈ രണ്ട് കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം ഈ ഇതിൻ്റെ വെക്ടർ ഫീൽഡിലേക്ക് പോകാൻ കഴിയും. അപ്പോൾ എന്ത് ചെയ്യും അതിൻ്റെ ഇന്ന് ഗ്രീൻസ് തിയറം എന്ന് പറയുമ്പോൾ ഗ്രീൻസ് തിയറത്തിൽ പറയുന്നതാണ് ഈ ഒരു ഫ്ലക്സ് ഡൈവേർജൻറ്റ് ഓഫ് ദ നോർമൽ ഫോം എന്ന് പറയുമ്പോൾ outward flux of field F equal to mi plus nj across simple closed curve C equal to bounded integral of div f in the region R enclosed by C. In the rotation of C F dot n ds equal to integral over C m dy minus n dx. In the m dy minus n dx F across in the rotating field പറഞ്ഞിരിക്കുന്നത് the counter clockwise rotation ആണ് വരുന്നത്. the of the C F dot n ds equal to m dy minus n dx. അപ്പോൾ അങ്ങനെ എന്ത് ചെയ്യും ഓൺ ദ ഇത് ഔട്ട്വേർഡ് ഫ്ലക്സ് എന്നും ഇതിൻ്റെ ഡൈവേർജൻസ് ഇൻ്റഗ്രൽ എന്ന് പറയാം. അത് ഔട്ട്വേർഡ് ഫ്ലക്സിനെ മെൻഷൻ ചെയ്യുന്നു. ഇതെന്തെങ്കിലും ഇത് ഡൈവേർജൻസ് ഇൻ്റഗ്രലിനെ മെൻഷൻ ചെയ്യുന്നു. അപ്പോൾ എന്തെങ്കിലും ഡബിൾ ഇൻ്റഗ്രൽ ഓവർ ആർ ഡോ എം ഡിവൈഡ് ബൈ ഡോ എക്സ് പ്ലസ് ഡോ എൻ ഡിവൈഡ് ബൈ ഡോ വൈ ഡി എക്സ് ഡി വൈ. ഇത് കൗണ്ടർ ക്ലോക്ക്വൈസ് ആണ് കറങ്ങുന്നത്. എന്ത് ചെയ്യും വെക്ടർ ഫീൽഡിനെ കാൽക്കുലേറ്റ് ചെയ്യുന്നു പറഞ്ഞു. നെക്സ്റ്റ് അതേപോലെ രണ്ടാമത്തെ ഇത് പറയുന്നത് ഗ്രീൻസ് തിയറത്തിൻ്റെ ഈ രണ്ട് ഫോമുല മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ഈ ഒരു ഫോമുല യൂസ് ചെയ്യും. ഗ്രീൻസ് തിയറത്തിൻ്റെ ഫ്ലക്സ് എന്ത് ചെയ്യും ഫ്ലക്സ് ഡൈവേർജൻസ് ആണ് ഈ ഒരു ഫോമുല യൂസ് ചെയ്യും. നമ്മൾ എന്ത് ചെയ്യും ഒരു പ്രോബ്ലം ബേസ്ഡ് ചെയ്യുമ്പോഴും ഫ്ലക്സ് ഡൈവേർജൻറ്റ് വെച്ച് ചെയ്യണം എന്ത് ചെയ്യും ഇൻ്റഗ്രൽ ഓവർ എം ഡി വൈ മൈനസ് എൻ ഡി എക്സ് എന്ന രീതിയിൽ വന്ന് ചെയ്തുകൊണ്ട് പോകുന്നതായിരിക്കും നമുക്ക് ഈ ഒരു ഫോമുല യൂസ് ചെയ്യും. നെക്സ്റ്റ് എന്ത് ചെയ്യും അതല്ല കേൾ എക്സോസ് നമുക്ക് രണ്ട് കാര്യം പറഞ്ഞല്ലോ സി ആറിൽ കേൾ എക്സോസും ട്രാൻസ്മിഷൻ വരികയാണ് എന്ത് ചെയ്യാം നമുക്ക് ഈ ഒരു ഫോമുല യൂസ് ചെയ്താൽ. അപ്പോൾ ക്വസ്റ്റ്യൻസ് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും നമുക്ക് റീജിയൻസിനെ കുറിച്ചാണ് ഒരു റൊട്ടേഷണൽ കർവിനെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ എന്ത് ചെയ്യും കേൾ അക്കോസിനെ യൂസ് ചെയ്യുക. മറ്റേ ഇതിനെ കുറിച്ച് ആയിരിക്കില്ല മെൻഷൻ ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ ആ മെൻഷൻ പ്രകാരം നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കുകയും ചെയ്യും.
അപ്പോൾ ഈ രണ്ട് ഫോമുല നമുക്ക് എന്തെങ്കിലും കറക്റ്റ് ഓർത്ത് വെക്കണം. ഗ്രീൻസ് തിയറത്തിൻ്റെ പ്രോബ്ലം ചെയ്യുമ്പോൾ നമ്മൾ വീഡിയോസ് പറഞ്ഞല്ലോ, പ്രോബ്ലംസ് ചെയ്തുമ്പോൾ എന്ത് ചെയ്യും, നമുക്ക് ആ ഒരു ഇക്വേഷൻ ചെയ്താൽ നമുക്ക് ഇക്വേഷൻ മാർക്സ് ഉണ്ട് പറഞ്ഞു. അതുപോലെ തന്നെ നമുക്കും ഇത് എഞ്ചിനീയറിംഗ് സെക്ഷനിൽ മാത്രമല്ല നമ്മുടെ സെക്ഷനിൽ ബാധകമാണ്. എന്താണ്, അവർ ഏത് തിയറത്തെയാണോ ബേസ് ചെയ്ത് പ്രോബ്ലം ചെയ്യുന്നത് ആ തിയറത്തിനെ ബേസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, അതിൻ്റെ ഒരു ജസ്റ്റ് ഒരു ഹിൻറ്റ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു മാർക്ക് കൊടുക്കുക നമുക്ക്, അത് നല്ലതായിരിക്കും. ഏത് തിയറത്തിൽ ആ തിയറം ഏതാണെന്ന് എഴുതി വെക്കും, നമുക്ക് എന്ത് ചെയ്യും, മാർക്ക് നമുക്ക് നല്ല ബൂസ്റ്റപ്പ് ചെയ്യാൻ നമുക്ക് സഹായിക്കും. നെക്സ്റ്റ് വന്ന് ഗ്രീൻസിൻ്റെ സ്പെഷ്യൽ റീജിയൻസിലുള്ള സ്പെഷ്യൽ റീജിയൻ എന്ന് പറയുമ്പോൾ നമുക്ക് ആ ഒരു റീജിയൻ ഉണ്ടാകുന്നതിനെ കുറിച്ച്, ഏത് റീജിയൻ കോൾ ആണോ അല്ലെങ്കിൽ അതിൻ്റെ ഫ്ലക്സ് ആണോ കാര്യം അറിഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം. ഇപ്പോൾ സ്ക്വയർ കാര്യം അങ്ങനെ കാര്യം എന്ത് ചെയ്യും, മാക്സിമം നമുക്ക് എന്ത് ചെയ്യും ഫ്ലക്സ് യൂസ് ചെയ്യേണ്ടി വരും. മറ്റേന്ത് ചെയ്യും, ഒരു കർവ് അല്ലെങ്കിൽ ഒരു സർക്കിൾസ് എന്നൊക്കെ എന്ത് ചെയ്യും, നമുക്ക് കർവ് യൂസ് ചെയ്യാൻ പറ്റും. ഇവിടെ നമുക്ക് എന്താണ് ഒരു ഫോമുല പറയുന്നുണ്ട്, യൂസ് ഈ MDX + NDY എന്നാണെങ്കിൽ ഇൻ്റഗ്രൽ ഓവർ R ഡോ എൻ ഡിവൈഡ് ബൈ ഡോ എക്സും ഡോ എൻ ഡിവൈഡ് ബൈ ഡോ വൈ DX dV. ഇത് വരാൻ കാരണം എന്താണ്, സി സ്മൂത്ത് ക്ലോസ്ഡ് കർവ് ഇൻ XY പ്ലെയിൻ എന്നാണ്. സി തന്നെ സ്മൂത്ത് ക്ലോസ്ഡ് കർവ് എന്തായാലും നമുക്ക് സെക്കൻഡ് ഫോമുല തന്നെ യൂസ് ചെയ്യാൻ കഴിയുള്ളൂ. പ്രോപ്പർട്ടി ദാറ്റ് ലൈൻസ് എ പാരലൽ ടു ആക്സിസ് കട്ട് ഇൻ ടു നോ മോർ 2 points. Let R be the region closed by C and suppose M and N is the first partial derivatives are continuous at every point, some open region containing C of R. Let us prove the circulations rule of the tangential form of Green's theorem. C is equal to Y equal to F1 of X ഉം A less than X less than B. ഇപ്പോൾ എന്ത് ചെയ്യും, ഈ താഴെ കൊടുത്തിട്ട് എന്ത് ചെയ്യും, ഈ ഒരു ഫംഗ്ഷൻ ഈ ഒരു പ്രോഗ്രാമിൽ നമ്മൾ എടുത്തുകൊണ്ടാണ് പോകുന്നത്. C1 ഉം C2 എടുത്തു. C എന്നത് എന്ത് ചെയ്യും, ഇപ്പോൾ നെക്സ്റ്റ് അതിൻ്റെ ഫോമിൽ നമുക്ക് എന്ത് ചെയ്യും യൂസ് ചെയ്ത് പോകുന്നതിന് സാധിക്കും. C1 ഉം C2 കൊടുക്കുന്നതിന് നമുക്ക് നോർമൽ ഡെഫിനേഷനിലേക്ക് നമുക്ക് എടുത്തുകയും ചെയ്യും. വൈൻ്റെ എന്താണ് F1 ഉം F2 എടുക്കുകയും ചെയ്തു. ഓൺ ദ ബേസ് ഓൺ എക്സിലേക്ക് വരുമ്പോൾ അപ്പോൾ ആ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യും, M of X of F2 of X എന്നും മൈനസ് M of X Y F1 of X എന്നും നമുക്ക് ലഭിക്കുകയും ചെയ്തു. നെക്സ്റ്റ് അതായത് നമുക്ക് ഈ ഡയഗ്രാം ബേസ് ചെയ്ത് പോകുന്നത്, ആദ്യം എക്സിനെ ബേസ് ചെയ്താണല്ലോ, ത്രൂ എക്സ് ആക്സിസ് A to B എന്ന പോയിന്റിലേക്ക് നിൽക്കുന്നു, അതിൽ ത്രൂ എക്സ് ആക്സിസിന് ബേസ് ചെയ്ത് പോകുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് എന്ത് പറഞ്ഞത്, ഈ ഒരു C1 C2 എടുത്തു. അതേപോലെ എന്ത് ചെയ്യും, പോയിന്റ്സും F1 F2 ഉണ്ട്. അപ്പോൾ ഫംഗ്ഷൻസ് ഉള്ളതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ എടുക്കാൻ കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്യും, പോയിന്റ് എക്സ് ആക്സിസിലെ പോയിന്റ് എന്നാണ് A to B യും മറ്റേ Y ആക്സിസ് എന്ത് വരുന്നത് അപ് ടു എവിടെ നിന്ന് തുടങ്ങി എവിടെ തീരുന്നു അല്ലേ, ഫംഗ്ഷൻ എന്ത് ചെയ്യും F1 of X ഉം F2 of X ഉം ഡോ M ഡിവൈഡ് ബൈ ഡോ Y dy dx. അപ്പോൾ എന്ത് ചെയ്യും, ഇൻ്റഗ്രൽ A to B എന്താണ് F1 F2 നമുക്ക് എന്ത് ലിമിറ്റ് അറിയാലോ, കണ്ടുപിടിച്ച ഫോർമുലസ് അല്ലേ, ആ കിട്ടിയ അതേപോലെ നമ്മൾ അപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത് അവിടെ. അപ്പോൾ എന്ത് ചെയ്യും, അപ്ലൈ ചെയ്യുമ്പോൾ സെപ്പറേറ്റ് ചെയ്ത് ഇവിടെ നമുക്ക് ഇവിടെ A to B എന്നുള്ള നമ്മൾ എന്ത് ചെയ്യും, കൗണ്ടർ ക്ലോക്ക് വൈസ് ആണ് B to A ലേക്ക് മാറ്റി. അപ്പോൾ എന്ത് ചെയ്യും, മൈനസ് പുറത്ത് വന്നു. അതേപോലെ ഇവിടെ എന്ത് ചെയ്യും, ഇവിടെ നമുക്ക് ഇവിടെ ആൾറെഡി മൈനസ് ഉണ്ടെന്ന് നമുക്ക് A to B തന്നെ എഴുതി. അപ്പോൾ ആ ഒരു C2 നിന്നും C1ലേക്ക്, C2ൽ നിന്നും C1ലേക്ക് എന്ന് എഴുതി. ആദ്യം മൈനസ് C2 എഴുതി, പിന്നെ എന്ത് ചെയ്യും മൈനസ് C1 നമ്മൾ മെൻഷൻ ചെയ്തു. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടി M dx കിട്ടി. കൗണ്ടർ ക്ലോക്ക് വൈസിലാണ് സിയിൽ M dx മൈനസ് ഉണ്ട്, C1 C dm dx കിട്ടി. നെക്സ്റ്റ് എന്ത് ചെയ്യും, അതേപോലെ തന്നെ ഫംഗ്ഷൻ എടുത്തു എന്ത് ചെയ്യും, ആർന്ന റീജിയനിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്നിട്ടും ആ മൈനസ് ഡോ M ഡിവൈഡ് ബൈ ഡോ Y dx dy എന്ന് ലഭിക്കുകയും ചെയ്തു. Now suppose that C is a partitioned into 2 parts of the field. അതായത് നമുക്ക് തൊട്ടുമേലെ പറഞ്ഞ ഇതിൽ രണ്ടാമത്തെ പാർട്ട് കണ്ടല്ലേ, ഇപ്പം ഈ ഒരു പാർട്ട് നമുക്ക് ഈ ഒരു കാണുന്ന ഡയഗ്രാംസ് അല്ലേ, ഈ നമുക്കിപ്പോൾ നേരെ തിരിച്ചല്ലേ, Y ഇതിലേക്ക് വന്നിട്ടുണ്ട്, C യും D യും വന്നു, പ്ലസ് എന്ത് ചെയ്യും എക്സ് ആക്സിനെ ബേസ് ചെയ്താണ് F1 F2 നിൽക്കുന്നത് പറഞ്ഞു. അതായത് തുടങ്ങുന്ന പോയിന്റ് എൻഡിങ് പോയിന്റ് C1 C2 എന്ന പോയിന്റ് ഉണ്ട്. അതുപോലെ G1 Fൻ്റെ പകരം G1 G2 എന്നാണ് ഇവിടെ നിൽക്കുന്നത് പറഞ്ഞു. ബേസ് എന്ത് ചെയ്യും, നമുക്ക് വൈയിൽ C2 D എഴുതാൻ പറ്റും, എക്സിലാണ് നമുക്ക് എന്ത് ചെയ്യാം F1 F2 G1 G2 അപ്ലൈ ചെയ്യുന്നു പറഞ്ഞു. അപ്പോൾ അത് ചെയ്യുമ്പോൾ എങ്ങനെ വന്നു, നമുക്ക് ഇവിടെ M വന്നു, നേരെ അവിടെ എന്ത് വരും N വരുന്നുള്ള ചേഞ്ചസ് മാത്രമേ അവിടെ വരികയുള്ളൂ. അപ്പം എന്ത് ഇവിടെ എമ്മിൻ്റെ പകരം നമുക്ക് എന്ത് ചെയ്യും, C1ൻ്റെ പകരം C1 ഡാഷിന് എടുത്തു, C2 ഡാഷിന് എടുത്തു. Fഉം Gൻ്റെ പകരം എന്ത് ചെയ്തു, ഇല്ല F1 F2ൻ്റെ പകരം G1 G2 എടുത്തു. എന്ത് ചെയ്യും, അത് M ഒന്ന് നേരെ കൺവേർട്ട് ആവുന്ന തിരിഞ്ഞ് വരുമ്പോൾ എന്ത് ചെയ്യും, M എന്നുള്ള N ആയി ലഭിക്കുകയും ചെയ്യും. ഇപ്പം നമുക്ക് ആ ഒരു ഡെറിവേഷൻ നമുക്ക് എന്തിനാണ് തൊട്ടുമേലെ നമുക്ക് കിട്ടിയപ്പോൾ എന്താണ്, ബേസ്ഡ് ഓൺ എക്സ് ആക്സിൽ A B എന്ന പോയിന്റ് തൊട്ടു ഇവിടെ എന്താണ് നമ്മൾ Y ആക്സിലാണ് A Bൻ്റെ പോയിന്റ്. അപ്പോൾ എന്ത് N കൊടുത്തു, കൂടെ എന്താണ് നമുക്ക് N dy എന്ന് ലഭിക്കുകയും ചെയ്തു. ഇതിൻ്റെ ആൻസർ നമുക്ക് N dy എന്ന് ലഭിക്കുകയും ചെയ്തു. അപ്പോൾ എന്താ നമുക്ക് ഇവിടെ MX ഉം N dy ആഡ് ചെയ്യുമ്പോൾ കിട്ടും, തൊട്ടുമേലെ കിട്ടിയ MXൻ്റെ ഒന്ന് വാല്യൂ കിട്ടി, പ്ലസ് N dy ൻ്റെ വാല്യൂ കിട്ടി. അപ്പോൾ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് N dx മൈനസ് M dy, ഇത് M dx മൈനസ് M dy മൈനസ് ഡോ M ഡിവൈഡ് ബൈ ഡോ Y എന്ന് കിട്ടിക്കുന്നത്. അതുകൊണ്ട് നമുക്കിവിടെ N dx മൈനസ് ഡോ M ഡിവൈഡ് ബൈ dy എന്ന രീതിയിൽ M dx dy എന്ന് ചേരും. ഇതാണ് സർക്കുലേഷൻ കോൾ ഓഫ് ദ ടാൻജൻഷ്യൽ ഫോം ഓഫ് ഗ്രീൻസ് തിയറം.
അപ്പോൾ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെ ഈ രീതിയിൽ നമുക്ക് വരാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഈ ഒരു ഇതിന് വിച്ച് ഈസ് സർക്കുലേഷൻ കേൾ ഓഫ് ദ ടാൻജൻഷ്യൽ ഫോം ഓഫ് ഗ്രീൻസ് തിയറം. ഇപ്പോൾ ഏതാണെന്ന് ചോദിച്ച് നമുക്ക് ചോദിക്കുകയാണെങ്കിലും ഇത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ അറിഞ്ഞിരിക്കണം. അപ്പോൾ നെക്സ്റ്റ് പറയുന്നത് റെക്ടാങ്കിൾ റീജിയൻ ആണ്. ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യും, ഇതേ സെയിം തിങ്സിൽ റെക്ടാങ്കിൾ റീജിയനിലേക്ക് വരുമ്പോൾ എന്താവും, എന്തൊക്കെ ചേഞ്ചസ് വരുന്ന കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, നിങ്ങൾ സ്വന്തം ടെക്സ്റ്റ് ബുക്ക് ബേസ് ചെയ്ത് എന്ത് ചെയ്യുക, നമ്മൾ ഡിസ്കസ് ചെയ്ത് നോക്കുക. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങോട്ട് ചോദിക്കാം, മറക്കരുത്. നമുക്ക് നമ്മളെ വാട്സപ്പ് ഗ്രൂപ്പിൽ എന്ത് ചെയ്യുക, ചോദിക്കുക, ഡിസ്കസ് ചെയ്യാം. അതേപോലെ അതർ റീജിയൻസ് ഇതേ സെയിം തിങ്സ് തന്നെയാണ്. ഒന്ന് ചോദിച്ചു പോകണം. ഈ സെയിം തിങ്സ് വെച്ച് പഠിച്ചു നോക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് അറിയുള്ളത്. ഇപ്പോൾ ആ റൊട്ടേഷൻ എങ്ങനെ വരുന്നു, ആ റീജിയൻസിലേക്ക് എങ്ങനെ വരുന്നു. അതർ റീജിയൻസ് സർക്കിളിലേക്ക് വരുമ്പോൾ ഒരു റീജിയൻ, ഇപ്പോൾ ബി എന്ന ഡയഗ്രാം കൊടുത്തത് ഇതൊരു റീജിയൻ, ഇതേപോലെ 4 റീജിയൻസ് വരുമ്പോൾ നമുക്ക് എങ്ങനെ റൊട്ടേഷൻ വരുന്നു, ആ റൊട്ടേഷൻ എന്തൊക്കെ ചേഞ്ചസ് ആണ് വരുന്നത്, അപ്പോൾ എങ്ങനെയൊക്കെയാണ് സർക്കുലേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് നോക്കേണ്ടത്. നോക്കി എന്ത് ചെയ്യും, നിങ്ങൾ ആ ഒരു പഠിച്ചതിന് ശേഷം പറഞ്ഞ് എൻ്റെ എക്സ്പ്ലെയിൻ ഇതേ സെയിം തിങ്സ് തന്നെ പറയുന്നത്, അവിടെ ഒന്നുകൂടെ പറയാൻ നിൽക്കാത്തത്. ഈ റൊട്ടേഷനും കാര്യങ്ങൾ എന്ത് ചെയ്യും, സെയിം കാര്യങ്ങൾ ഇതേപോലെ തന്നെ പറഞ്ഞു, ഒന്ന് കിട്ടിയാൽ അടുത്തടുത്ത് പോകുന്നേ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് നിങ്ങളൊന്ന് വായിച്ചു നോക്കുക, പഠിച്ചു നോക്കുക, എന്നിട്ട് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ചോദിക്കുക. നെക്സ്റ്റ് അതിൻ്റെ ഒരു എക്സാമ്പിൾസ് എന്ത് രീതിയാണ് വരുന്നത്. എക്സാമ്പിൾസ് എന്ത് ചെയ്യും, എക്സാമ്പിൾസ് ഇപ്പോൾ എല്ലാ എക്സാമ്പിൾസും ഞാൻ ഇവിടെ പറയുന്നില്ല. എന്ത് ചെയ്യും, ആ ഒരു ഡിഫറൻസ് ഉള്ള എക്സാമ്പിൾസ് മാത്രം പറഞ്ഞുതരാം. ബാക്കി എന്ത് ചെയ്യും, നിങ്ങൾക്ക് അതിൻ്റെ എഫേർട്സ് അപ്പോൾ ഒരു രീതിയിൽ തന്നെ നോക്കി ക്ലിയർ ആവുമെന്ന് വിചാരിക്കുന്നു. ക്ലിയർ ആവുന്ന എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അതും എന്ത് ചെയ്യും, ഇതിൻ്റെ കൂടെ തന്നെ മെൻഷൻ ചെയ്ത് ചോദിക്കുന്നത് നന്നായിരിക്കും. കൂടെ എന്ത് ചെയ്യും, എഫേർട്സ് എടുത്ത് ആ ഒരു രീതി എന്തൊക്കെയാണ് വരുന്നത്. അപ്പോൾ ഒരു കോമൺ തിങ്സ് ആണ് ഞാൻ പറഞ്ഞിരുന്നത് മെയിനായിട്ട്. ഓരോ കോമൺ തിങ്സ് എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ബാക്കി നമുക്ക് സ്വന്തം ചെയ്തു പോകാൻ കഴിയുന്ന സിറ്റുവേഷനിൽ നമുക്ക് എത്തിച്ചേരും. ഇപ്പോൾ ഇവിടെ എന്താണ്, വെരിഫൈ ബോത്ത് ഫോംസ് ഓഫ് ഗ്രീൻസ് തിയറം ഈസ് എ ഫീൽഡ്. ബോത്ത് ഫോം ഇവിടെ ഒന്ന് വെരിഫൈ പറഞ്ഞു, ബോത്ത് ഫോംസ്, രണ്ട് ഫോംസ് എന്ത് ചെയ്യും, വെരിഫൈ ചെയ്യണം. എന്താണ്, ഫീൽഡ് ഓഫ് ദ റീജിയൻ ആർ ബൗണ്ടഡ് ദ യൂണിറ്റ് സർക്കിൾ. സി എന്ത് ചെയ്യും, ആർ ഓഫ് ടി കോസ് ടി ഐ വെക്ടർ പ്ലസ് സൈൻ ടി ജെ വെക്ടർ 0 ലെസ് ടി ലെസ് 2π തന്നു. അപ്പോൾ എന്ത് ചെയ്യും, എം എന്നുള്ളത് നമുക്ക് എന്താണ് എക്സ് മൈനസ് വൈ എന്ന് ഇവിടെ തന്നെ എക്സ് മൈനസ് വൈ എൻ എന്നുള്ളത് എക്സ് എന്ന് എടുത്തു. അപ്പോൾ എന്ത് ചെയ്യും, ഡോ എൻ ഡിവൈഡ് ബൈ ഡോ എക്സ് 1, ഡോ എം ഡിവൈഡ് ബൈ ഡോ വൈ -1, ഡോ എൻ ഡിവൈഡ് ബൈ ഡോ എക്സ് 1, ഡോ എൻ ഡിവൈഡ് ബൈ ഡോ വൈ 0 നമുക്ക് കിട്ടി. അപ്പോൾ എന്ത് ചെയ്യും, സി എന്നുള്ളത് കണ്ടുപിടിക്കേണ്ടേ, എം ഡി വൈ മൈനസ് എൻ ഡി എക്സ് നമ്മൾ ആദ്യം എടുത്തു. ഓരോന്ന് എന്ത് ചെയ്യും, ഓരോന്നിൻ്റെ വാല്യൂ നമ്മൾ ചൂസ് ചെയ്യേണ്ടതുണ്ട്. എക്സ് എന്താണ് കോസ് ടി, വൈ സൈൻ ടി, 0 ലെസ് ടി ലെസ് 2π. നമുക്ക് തന്നിരിക്കുന്ന ലിമിറ്റ്സ് ഡി എക്സ് എന്താവും, ഇങ്ങനെ ഡി എക്സ് ചെയ്യുമ്പോൾ മൈനസ് സൈൻ ടി ഡി ടി എടുത്തു, ഡി വൈ കോസ് ടി ഡി ടി, എം എന്ത് ചെയ്യും, കോസ് ടി മൈനസ് സൈൻ ടി, എമ്മിൻ്റെ വാല്യൂ ഡി എന്ന് പറയുന്നത് കോസ് ടി, എക്സ് മൈനസ് വൈ എന്നാണ് നമുക്ക് എടുത്തത്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ആ വാല്യൂസ് നമ്മൾ എടുക്കേണ്ടത്. എന്തെങ്കിലും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സീൻ്റെ വാല്യൂ എന്താണ്, 0 to 2π എന്നാണ്. 2π എന്നല്ലേ എം ഡി വൈ മൈനസ് എൻ ഡി എക്സ്. ഓരോന്നിൻ്റെ വാല്യൂസ് നമുക്കറിയാം, അത് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം അവിടെ ചെയ്ത്. നമുക്ക് ലാസ്റ്റ് എന്താ ആൻസർ കിട്ടി, പൈ എന്ന് ആൻസർ കിട്ടുകയും ചെയ്തു. നെക്സ്റ്റ് എന്താണ്, എൽ എച്ച് എസ് ആദ്യം ആർ എച്ച് എസ് ചെയ്തു, ഇനി എൽ എച്ച് എസ് അതേപോലെ ചെയ്യാം. ഈ ഒരു ഇതിൻ്റെ എൽ എച്ച് എസ് വരുന്നത് എന്താണ്, മൈനസ് വരുമ്പോൾ എന്താ എൽ എച്ച് എസ് എന്ത് വരുന്നു, നമുക്ക് ആദ്യം സെയിം പൈ തന്നെ കിട്ടുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഫ്ലെക്സ് ഡൈവേർജൻറ്റ് ഓഫ് ദ നോർമൽ തിയറം ഗ്രീൻസ് തിയറം നമുക്ക് കിട്ടിയില്ലേ, ഇതാണ് ഫ്ലെക്സ് ഡൈവേർജൻറ്റ് തിയറം. ഞാൻ അത് നമുക്ക് ചെയ്ത് നോക്കാം എന്തെങ്കിലും. അപ്പോൾ ഇത് ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യും, ഈ ഒരു ഇതിൽ തന്നെ നമുക്ക് ആൻസർ കിട്ടി, ഇവിടെ പൈ എന്ന് കിട്ടി. നെക്സ്റ്റ് എന്താണ്, നമുക്ക് ഇനി സി ഓർ കർളിന് എന്ത് ചെയ്യും, നമുക്ക് അതേ സെയിം മെത്തേഡിൽ ചെയ്ത് നോക്കുമ്പോൾ അതിൻ്റെ ആൻസർ നമുക്ക് 2π എന്ന് കിട്ടും. മറ്റേതിൻ്റെ പൈ എന്ന് കിട്ടി, രണ്ടാമത്തേന് 2π എന്ന് ആൻസർ കിട്ടി. ചെയ്യുമ്പോൾ നമുക്ക് രണ്ട് ഫോർമുലാസ് കറക്റ്റ് അറിയാനും ചെയ്യും, സബ്സ്റ്റിറ്റ്യൂഷൻ മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും അതിൽ ചെയ്യാനില്ല. അതേപോലെ തന്നെ ബാക്കി എൻ്റെ പ്രോബ്ലംസും വരുന്നുണ്ട്. ആ പ്രോബ്ലംസ് ഒന്ന് ചെയ്യാൻ ഒന്നുകൂടി വർക്കൗട്ട് ചെയ്ത് നോക്കാം. നെക്സ്റ്റ് രണ്ടാമത്തെ പ്രോബ്ലം ഞാൻ ഒന്നുകൂടെ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം, എന്തൊക്കെയാണ് വരുന്ന കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്താവും, അടുത്ത വർക്കൗട്ട് ഈസി ആയിരിക്കും. വെരിഫൈ സർക്കുലേഷൻ ഓഫ് കേൾ ഫ്രം എ ടാൻജൻഷ്യൽ ഫോം ഓഫ് ദ ഗ്രീൻസ് തിയറം, ഫീൽഡ് എഫ് എക്സ് വൈ ഇൻ ദ എക്സ് വൈ എക്സ് സ്ക്വയർ ചെയ്യുന്നുണ്ട്. ദ റീജിയൻ ബൗണ്ടഡ് ദ പാരാബോള എന്നുണ്ട്. എന്ത് ചെയ്യും, ആ റീജിയൻ ബൗണ്ട് പാരാബോള എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യും, നമുക്ക് ലിമിറ്റ്സ് അതിന് മനസ്സിലാക്കാൻ കഴിയും. ആ ലിമിറ്റ്സ് വെച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യും, സൊല്യൂഷനിലേക്ക് പോകാൻ കഴിയും. ഈ ഒരു പാരാബോള എന്ത് ചെയ്യും, വൈസുക്കൽ എക്സ് സ്ക്വയറും വൈസുക്കൽ എക്സ് എന്ന ലൈനുണ്ട്. അപ്പോൾ എക്സ് സ്ക്വയർ എന്ന കർവ് ഷേപ്പ് ലൈനൊന്നും ഈ ഒരു എന്ത് ചെയ്യും, ഈ ഒരു ലൈനൊന്നും ഒരു വൈസുക്കൽ എക്സ് എന്ന ഈ ഒരു ലൈൻ നമുക്ക് ചൂസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ എന്താണ് നമ്മൾ എന്ത് ചെയ്യും, ബാക്കി റണ്ണിങ് പോകുന്നത് എന്ത് ചെയ്യും, നമുക്ക് എടുക്കാനായിട്ട് എം ഡി എക്സ് പ്ലസ് എൻ ഡി വൈ എന്ന രീതിയിൽ നമുക്ക് എടുത്തുകൊണ്ട് കാൽക്കുലേഷൻ ചെയ്ത് പോകാൻ കഴിയണം. എക്സ് വൈ ഡി എക്സ് എന്നും എക്സ് സ്ക്വയർ ഡി വൈ എന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യും, അതിന് ഒ എ ബി നമുക്ക് ഒ എ ബി ഈ ഒരു കർവിനെ ബേസ് ചെയ്ത് നമുക്ക് ആദ്യം പോകുന്നത്, പ്ലസ് എന്താണ് ഒ ബി എന്ന ഈ ഒരു ലൈനും ഈ ഒരു ലൈനും പ്ലസ് ഈ ഒരു ലൈൻ, രണ്ട് ലൈൻ എന്ത് ചെയ്യും, ആഡ് ചെയ്യാണ് ചെയ്യുന്നത്. ലൈൻ ഇൻ്റഗ്രൽ വെച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ രണ്ട് ലൈൻ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത് ആഡ് ചെയ്ത് പോകുന്നത് നമുക്ക് ചെയ്യുന്നത്. രണ്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് എൻ്റെ ഏകദേശം ഏരിയ നമുക്ക് ലൊക്കേറ്റ് ചെയ്യാൻ കഴിയും. ഏരിയ മീൻസ് അതിൻ്റെ ഒരു ആ ഒരു ഇതിൽ ലൈൻസ് ഏതൊക്കെ ഭാഗത്ത് കൂടെ പോകുന്നത് നമുക്ക് ലൊക്കേറ്റ് ചെയ്യാൻ കഴിയും. അപ്പോൾ ലൊക്കേഷൻ എന്ത് ചെയ്യും, നമുക്ക് ലാസ്റ്റ് 1/12 എന്ന് കിട്ടി.
അപ്പോൾ എന്ത് ചെയ്യും, ബൈ ദ കൺസിഡറിങ് ദ വെർച്വൽ സ്ട്രിപ്പ് ഓഫ് ദ റീജിയൻ എന്താണ്, ഈ റീജിയൻ നമുക്ക് പറഞ്ഞിരിക്കുന്നത് ഈ റീജിയൻ പ്രകാരം എന്താണ്, വി ക്യാൻ കാൽക്കുലേറ്റ് ദ റീജിയൻ ആർ സ്പേസ് ചെയ്യാൻ കഴിഞ്ഞു പറഞ്ഞു. റീജിയൻ ആർ സ്പേസ് ചെയ്യുമ്പോൾ എന്ത് 0 <x <1 എന്നും x2 <y <x എന്നും നമുക്ക് ലഭിക്കുകയും ചെയ്തു. അപ്പോൾ അതിന് ആ ഇൻ്റഗ്രേഷൻ പോർട്ടിലേക്ക് നമുക്ക് എന്ത് ചെയ്യും, ഷിഫ്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ആദ്യം പ്ലസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യും, മൈനസിൻ്റെ റീജിയൻ കൂടി ചെയ്തുകൊണ്ട് നമുക്കിത് ചെയ്തു പോകാൻ സാധിക്കും. ഇപ്പം എന്ത് ചെയ്യും, അതിൻ്റെ ഒരു റീജിയൻസ് നമുക്ക് എന്ത് ചെയ്യും, ഇത് 1/12 എന്ന റേഞ്ച് കിട്ടി. അപ്പോൾ എന്ത് ചെയ്യും, ആ ഒരു റേഞ്ച് നമുക്ക് എന്ത് ചെയ്യും, ആ ഒരു രണ്ട് മെത്തേഡിൽ നമുക്ക് എന്താണ് ഇത് വെരിഫൈഡ് ആണെന്ന് കഴിഞ്ഞു. ഇപ്പോൾ ആ പറഞ്ഞ രണ്ട് മെത്തേഡ് നമുക്ക് വെരിഫൈഡ്. ഇവിടെ യൂസ് ചെയ്ത് എന്താണ്, ആ രണ്ട് സെയിം ഫോർമുലാസ് മാത്രം. ആ ഫോർമുല യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഡയറക്റ്റ് ലിമിറ്റ് കാര്യം തന്നിട്ട് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ എന്ത് ചെയ്യും, നമ്മൾ ലിമിറ്റ് ഉണ്ടാക്കി ആ ലിമിറ്റ് തരുന്ന എന്തെങ്കിലും ഡയഗ്രാംസോ ഈ സെക്ടേഴ്സ് നമുക്ക് തരും. ആ സെക്ടേഴ്സ് ഉപയോഗിച്ച് എന്ത് ചെയ്യാം, നമുക്ക് ലിമിറ്റ് ക്രിയേറ്റ് ചെയ്ത് നമുക്ക് ചെയ്തു പോകാൻ സാധിക്കും. നെക്സ്റ്റ് നമുക്ക് ഇതിൻ്റെ മെയിൻ തിങ്സ് ഇതിൻ്റെ ഏരിയ നോക്കാണ്ട്, ഏതൊരു തിങ്സ് എടുത്തുകൊണ്ട് ഏരിയ സ്പേസിലേക്ക് വരുമ്പോൾ നമുക്ക് എന്താണ് ഏരിയ നമ്മൾ ലൊക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ആ ഒരു ഏരിയാസ് എങ്ങനെ വരുന്നു, അപ്പോൾ ഈ ഒരു ഗ്രീൻസ് തിയറത്തിൽ വരുമ്പോൾ നമുക്ക് ഏരിയ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണം, ഏരിയ എങ്ങനെ വർക്ക്ഔട്ട് ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് ജസ്റ്റ് നോക്കേണ്ടതുണ്ട്. നമുക്ക് ഞാൻ നോക്കുന്നത് കാൽക്കുലേറ്റ് ഏരിയ വിത്ത് ഗ്രീൻസ് തിയറം. ഏരിയ വരുമ്പോൾ എന്തെങ്കിലും എ എന്ന റീജിയൻ ഉണ്ടാവും. റീജിയൻ എന്ത് ചെയ്യും, ആർ dx/dy എന്നൊരു 2 ഡയമെൻഷണൽ ഫോമിലേക്കുള്ള റീജിയൻ വന്നു. അപ്പോൾ കൗണ്ടഡ് ബൈ സി ബി എ ബൗണ്ടറി ഓഫ് ദ റീജിയൻ ആർ. Counterclockwise direction is the circulation curve of the tangential core or tangential from the Green's theorem. M equal to 0, n equal to x ആണ് എന്തിനും ഇന്റഗ്രൽ ഓവർ r dx dy ഇതിനും c x dy n equal to x and x dy നമ്മൾ എടുക്കുകയും ചെയ്തു. ഇപ്പോൾ m equal to -y ആണെങ്കിലോ എന്തിനും നമുക്ക് -y dx യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ രീതി വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, 1, 2, 3 ആ ഒരു ഫോർമുലാസിൻ്റെ ബേസ് ചെയ്യുമ്പോൾ ലൈൻ ഇൻ്റഗ്രലിന് ബേസ് ചെയ്യാൻ പറ്റും. ഏരിയ ഈക്വൽ ടു 1/2 ആൻഡ് ക്ലോക്ക്വൈസ് ഡയറക്ഷൻ കൗണ്ടർ ക്ലോക്ക്വൈസ് ഡയറക്ഷൻ എന്ത് ചെയ്യും, c of the x dy minus y dx. Here c is a boundary of the region R ordered in such a way that R is on the left as we advance the direction of integration. Direction of integration ആണ് നമുക്ക് പറയാൻ സാധിക്കുകയും ചെയ്യും. യൂസിങ് ദ ഗ്രീൻസ് തിയറം വരട്ടെ ഏരിയ എൻക്ലോസ്ഡ് ബൈ ദ എലിപ്സ് എന്താണ് x²/a²+y²/b² = 1 എന്ന ഫോർമുല ചെയ്തുകൊണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു റീജിയൻ നമുക്ക് ഏരിയ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ എലിപ്സ് ഈ ഒരു എലിപ്സിൻ്റെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് ഈ ഒരു ഇതിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിയുമെന്നാണ് പറഞ്ഞത്. x = a cos θ y = b sin θ എന്നും 0 <θ < 2π നിർത്തും. അപ്പോൾ dx = -a sin θ dθ എന്നും dy = b cos θ dθ എടുക്കും. അപ്പോൾ എന്തിനും ഏരിയ a = 1/2 c x dy minus y dx. ബാക്ക് ക്ലോസ് എന്ത് ചെയ്യും, ഓരോ റീജിയൻസിൽ നമുക്ക് എന്ത് ചെയ്യും, തന്നിരിക്കുന്ന ഫോർമുലാസ് ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യും, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ കഴിയും. അപ്പോൾ ആ സബ്സ്റ്റിറ്റ്യൂഷൻ x ഡിവൈൻ്റെ വാല്യൂ y dxൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂഷൻ നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ചെയ്തു പോകുന്നത്. എന്ത് ചെയ്യും, ആ സബ്സ്റ്റിറ്റ്യൂഷൻ വെച്ച് നമ്മൾ എന്ത് ചെയ്യും, മൾട്ടിപ്ലിക്കേഷൻ ചെയ്തു. ഈ കോസ് ആണ്, കോസ് എന്ത് ചെയ്യും, cos² ab cos² θ പ്ലസ് എന്ത് ചെയ്യും ab രണ്ട് സൈഡാണ് എന്ത് ചെയ്യും മൈനസ് പ്ലസ് ആയി sin² θ dθ. അപ്പോൾ എന്ത് ചെയ്യും cos² θ പ്ലസ് sin² θ 1 ആയതുകൊണ്ടാണ് ab dθ എന്നായി. ഇവിടെ ab ഉണ്ടല്ലോ, ab dθ, അതായത് ലിമിറ്റ് കൊടുക്കുമ്പോൾ എന്തെങ്കിലും 5/2 ക്യാൻസൽ ആയി ബാക്കി പൈ എ ബി കിട്ടും. ഏരിയ എന്ന് പറയുന്നത് പൈ എ ബി ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ ചെയ്യും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഗ്രീൻസ് തിയറിൻ്റെ ഫസ്റ്റ് പോർഷനിൽ പറയാറുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യും, ജസ്റ്റ് ഒന്നുകൂടെ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് ബേസ് ഒന്നുകൂടെ നോക്കുകയാണെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ പോകാൻ കഴിയും, ഒന്ന് പഠിച്ചു പോകാൻ കഴിയും. പക്ഷെ നമുക്ക് ഈ കേട്ട വീഡിയോസ് മാത്രം കൊണ്ട് നിൽക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും, നമുക്ക് കുറച്ചൊരു ബുദ്ധിമുട്ട് വന്നേക്കാം. ചിലപ്പോൾ എന്ത് ചെയ്യും, എങ്ങനെ വന്ന കാര്യങ്ങൾ എന്ത് ചെയ്യും, നമുക്ക് ചിലപ്പോൾ ഒരു ഡൗട്ട്സ് പിന്നീട് ചെയ്ത് നോക്കുമ്പോൾ ഡൗട്ട് വന്നേക്കാം. ഇപ്പോൾ ജസ്റ്റ് ഇപ്പോൾ ക്ലിയർ ആവും, പിന്നെ നോക്കുമ്പോൾ ഡൗട്ട് വന്നേക്കാം. അപ്പോൾ അത് ക്ലാരിഫൈ ചെയ്യുന്നതിനും കൂടി എന്താണ് നമുക്ക് ഈ ഒരു നമുക്ക് നിങ്ങൾ കയ്യിലുള്ള ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് വെരിഫൈ ചെയ്ത് നോക്കുന്നത് നന്നായിരിക്കും. ഓക്കെ, താങ്ക് യു.